നമ്മളെക്കുറിച്ചുള്ള യേശുവിൻ്റെ സാക്ഷ്യം. ഈ പകലിൽ നമുക്കത് കേൾക്കാം, നമുക്കത് ബലപ്പെടാം. നമ്മൾ ഒരുപാട് സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇയ്യോബിനെ കുറിച്ച് ദൈവം പറയുന്ന സാക്ഷ്യം നമ്മൾ കേട്ടിട്ടുണ്ട്. ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ ഇയ്യോബിനെ കുറിച്ച് ദൈവം പറയുന്ന സാക്ഷ്യം വളരെ നമുക്ക് സുപരിചിതമാണ്, നാം ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. ഇയ്യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ യഹോവ സാത്താനോട് പറയുകയാണ്, എൻ്റെ ദാസനായ ഇയ്യോബിൻ്റെ മേൽ നീ ദൃഷ്ടി വെച്ചുവോ? അവനെപ്പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ഭൂമിയിൽ ആരും ഇല്ലല്ലോ എന്ന് അരുളി ചെയ്തു. അപ്പോൾ ഇയ്യോബിനെ കുറിച്ചുള്ള ഒരു സാക്ഷ്യം, ദൈവം കൊടുക്കുന്ന സാക്ഷ്യം. വീണ്ടും നാം ലൂക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് വന്നാൽ അവിടെ കർത്താവ് കൊടുക്കുന്ന സാക്ഷ്യം, സക്കരിയാവ് എലിസബത്ത് ദമ്പതിമാർക്ക് അവിടെ പരിശുദ്ധാത്മാവ് കർത്താവ് പറഞ്ഞിരിക്കുന്ന സാക്ഷ്യം 1-ന്റെ 6-ാം വാക്യം, ഇരുവരും ദൈവസന്നിധിയിൽ നീതി ഉള്ളവരും. വായിച്ചമോനെ. ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിന്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരും ആയിരുന്നു. ഇത് അവരെ കുറിച്ചുള്ള ദൈവിക സാക്ഷ്യമാണ്. ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരായിരുന്നു, കർത്താവിൻ്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായിരുന്നു. ദൈവത്തിന് അവരെക്കുറിച്ചുള്ള സാക്ഷ്യം. മറ്റൊരിടത്ത് അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് നാം വരുമ്പോൾ പൗലോസിനെ കുറിച്ച് പിശാച് പോലും സാക്ഷ്യം പറയുന്നതായിട്ട് നമുക്ക് കേൾക്കാൻ കഴിയും. പൗലോസിനെ ഞങ്ങൾക്കറിയും എന്ന് പിശാച് പോലും പറയുന്ന ഒരു സാക്ഷ്യം. അപ്പോൾ നിരവധി, ഇത് 1-2 കാര്യങ്ങൾ മാത്രമാണ്. മറ്റ് ദൈവിക ഭക്തന്മാർ അനേകരെ കുറിച്ച് അനേക സാക്ഷ്യങ്ങൾ വചനത്തിൽ നാം കേട്ടിരിക്കുന്നു. എന്നാൽ നമ്മളെക്കുറിച്ച് നമ്മുടെ യേശുപ്പച്ചൻ പറഞ്ഞിരിക്കുന്ന ഒരു സാക്ഷ്യം യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം, യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം. നീ എനിക്ക് തന്നത് എല്ലാം നിന്റെ പക്കൽ നിന്ന് ആകുന്നു എന്ന് അവർ ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നു. ഓക്കെ, യേശു നമ്മളെക്കുറിച്ച് പറയുകയാണ്. 6-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ അവിടെ യേശു പറയുന്ന ഒരു പ്രസ്താവന ഇങ്ങനെയാണ്: നീ ലോകത്തിൽ നിന്ന് എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ നിന്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു. ഒന്ന്, പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ഒരു സാക്ഷ്യം, നമ്മളെക്കുറിച്ച് കർത്താവ് പറയുന്ന ഒരു സാക്ഷ്യം, അവൻ്റെ നാമം വെളിപ്പെടുത്തി കിട്ടിയവർ. എല്ലാവർക്കും യേശു ആരാണെന്നുള്ള ആ വെളിപ്പാട് കിട്ടുന്നില്ല. ചിലർക്ക് യേശു ഇപ്പോഴും തച്ചൻ്റെ മകനാണ്, അല്ലെങ്കിൽ നസറേത്തിൻ്റെ കൊള്ളരുതായ്മയിൽ പഴച്ചു പെറ്റ ഒരു ജാരസന്തതി എന്നൊക്കെ യേശുവിനെ വിശേഷിപ്പിക്കുന്ന അനേക പ്രസ്താവനകൾ ഇന്നും വിവിധ വാദഗതികളായി നാം ആമെ കേട്ടുകൊണ്ടിരിക്കുക. യഹൂദന്മാരിൽ ഭൂരിപക്ഷം ആൾക്കാരും ഇന്നും യേശുവിനെ മശിഹയായി സ്വീകരിക്കുന്നില്ല. അവനൊരു പ്രോഫറ്റ്, യേശു ഒരു പ്രോഫറ്റ് മാത്രമെന്നാണ് ആമേ ചിന്തിക്കുന്നത്. ഈ ലോകത്തിൻ്റെ പ്രഭു, സത്യസുവിശേഷത്തിൻ്റെ പ്രകാശനം ശോഭിക്കാതെ വണ്ണം അനേകരുടെ ഹൃദയദൃഷ്ടികളെ കുരുടാക്കി വെച്ചിരിക്കുമ്പോൾ കൃപയാൽ 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 എനിക്കും നിങ്ങൾക്കും അവൻ്റെ നാമം വെളിപ്പെടുത്തി കിട്ടിയിരിക്കുന്നു. അവൻ ആരെന്നുള്ള വെളിപ്പാട് പൗലോസിന് യേശു, ഞാൻ അല്പം മുമ്പ് പറഞ്ഞ അതേ ആമെ വ്യക്തിയായിരുന്നു. ഒരു കാലഘട്ടത്ത് ക്രിസ്ത്യാനികളെ കൊന്നുമുടിക്കാൻ പുറപ്പെട്ട വ്യക്തിയായിരുന്നു പൗലോസ്. എന്നാൽ പൗലോസിന് ആ വെളിപ്പാട് മാറുകയാണ്. ആ നാമം ആരാണ് എന്ന് ഒരു വെളിപ്പാട് പൗലോസിന് കിട്ടിയപ്പോൾ നേരത്തെ പറഞ്ഞതല്ല പൗലോസ് പിന്നെ പറയുന്നത്. പിന്നെ പൗലോസ് ആമെ പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ ചിന്തിച്ചു, യേശു ക്രൂശിൽ തറയ്ക്കപ്പെട്ടു അവിടം കൊണ്ട് തീർന്നു, അല്ലെങ്കിൽ അധർമ്മം പ്രവർത്തിച്ച, അനീതി പ്രവർത്തിച്ച, മരിച്ചു കല്ലറയിൽ അടക്കപ്പെട്ട് അവിടം കൊണ്ട് തീർന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ ഒരു തച്ചൻ്റെ മകൻ,
അല്ലെങ്കിൽ ഒരു ജാരസന്തതി അങ്ങനെയൊക്കെയുള്ള ചിന്തകൾക്ക് അപ്പുറത്ത് യേശുവിൻ്റെ നാമം വെളിപ്പെടുത്തി കിട്ടുകയാണ്. പൗലോസ് പിന്നീട് പറയുകയാണ്, ആ നാമം സകല നാമങ്ങൾക്കും മേലായ നാമമാണ്. സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും ഏവരുടെയും മുഴങ്കാലും മടങ്ങുന്ന നാമമാണ്. ഫിലിപ്പി ലേഖനത്തിൽ താൻ അങ്ങനെ പറയുമ്പോൾ, എഫേസ്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ താൻ ഇങ്ങനെ പറയുന്നു, ദൃശ്യമായതും അദൃശ്യമായതും, വാഴ്ചകളാകട്ടെ കർത്തൃത്വങ്ങളാകട്ടെ, ഇപ്പോഴുള്ളതും വരുവാനുള്ള സകല നാമത്തിനും മീതെയുള്ള നാമമാണ് യേശുവിൻ്റെ നാമം. ആ നാമത്തിൻ്റെ മുമ്പിൽ എല്ലാ മുഴങ്കാലും മടങ്ങും. എൻ്റെ പ്രിയപ്പെട്ടവരെ, അപ്പോൾ നമ്മളെക്കുറിച്ചുള്ള യേശുവിൻ്റെ സാക്ഷ്യം വെളിപ്പെടുത്തി, അല്ലെങ്കിൽ എൻ്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു. കൃപയാൽ നമുക്ക് ആ നാമം വെളിപ്പെടുത്തി കിട്ടി. ആ യേശു ആരാണ് എന്ന ബോധ്യമുള്ളവർ, നാം സേവിക്കുന്ന നമ്മുടെ യേശുവിനെ പോലെ യോഗ്യൻ, വിശുദ്ധിയിൽ ഭയങ്കരൻ, തേജോമയൻ, സ്വത്രം വീണ്ടും വരുന്നവൻ, വേറെ ആരുമില്ല. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. യേശു പറയുകയാണ്, നീ ലോകത്തിൽ നിന്ന് എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർ ആരാണ്? നമ്മളാണ് പ്രിയപ്പെട്ടവർ. ഈ ലോകത്തിൽ നിന്നും സ്വത്രം എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർ. അന്ന് യേശുവിൻ്റെ ചുറ്റും കൂടിയ, അല്ലെങ്കിൽ യേശുവിൻ്റെ ശിഷ്യന്മാർ ആ ജനത്തെയാണ് താൻ നോക്കി ഇത് പറയുന്നതെങ്കിലും, ഇന്നത്തെ ഇന്ന് എന്ന ദിവസത്തിൽ ഇത് നാം വായിക്കുമ്പോൾ ഇത് എന്നോടും നിങ്ങളോടുമുള്ള ശബ്ദമാണ്. ലോകത്തിൽ നിന്ന് എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർ. അതെ, ഈ ലോകക്കാരായിരുന്നു നമ്മൾ. എന്നാൽ ഈ ലോകത്തിൽ നിന്നും സ്വത്രം അവൻ്റെ നാമം നമുക്ക് വെളിപ്പെടുത്തി കിട്ടിയവരാണ് നമ്മൾ. ആ കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. അതാണ് പത്രോസ് ലീഗ മറ്റൊരിടത്ത് പറയുന്നു, നാമോ അന്ധകാരത്തിലായിരുന്നു, എന്നാൽ അന്ധകാരത്തിൽ നിന്നും തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിക്കപ്പെട്ടവരാണ് ഞാൻ. വിളിക്കപ്പെട്ടവളാണ് ഞാൻ, വിളിക്കപ്പെട്ടവനാണ് ഞാൻ. നാമം വെളിപ്പെടുത്തി കിട്ടിയവനാണ് ഞാൻ. ഹല്ലേലൂയ. ബോധ്യമുള്ളവർ, ഇതുപോലെ വേറെ ഒരു നാമമില്ല, ഈ നാമത്തെ പോലെ ഉന്നതമായ ഒരു നാമമില്ല, ഈ നാമത്തിൻ്റെ മുമ്പിൽ മടങ്ങാത്ത ഒരു മുഴങ്കാലുമില്ല. ഞാൻ സേവിക്കുന്നത് ഒരു കല്ലിനെയോ ഒരു വിഗ്രഹത്തെയോ ഒരു മരത്തെയോ അല്ല. കണ്ണുണ്ടായിട്ടും കാണാത്ത, കാതുണ്ടായിട്ടും കേൾക്കാത്ത, കാലുണ്ടായിട്ടും നടക്കാത്ത, കൈയുണ്ടായിട്ടും തൊടാൻ കഴിയാത്ത ഒരു ഊമ വിഗ്രഹമല്ല, മറിച്ച് ആധിപത്യം കയ്യിലുള്ളവൻ, അത്ഭുത മന്ത്രി, ആലോചനയിൽ വല്യവൻ, പ്രവൃത്തിയിൽ ഭയങ്കരൻ, ആൽഫയും ഒമേഗയുമായവൻ, വാതിലുകൾ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുവാൻ കഴിവുള്ളവൻ, യെഹൂദാ ഗോത്രത്തിന്റെ സിംഹ, ദാവീദിന്റെ വേരും പാക്കോലും കയ്യിൽ ഉള്ളവൻ. ആ നാമത്തെ ഉയർത്താൻ സ്വത്രം ആ നാമം എനിക്ക് വെളിപ്പെടുത്തി കിട്ടിയിരിക്കുന്നു. വേറെ വലിയതൊന്നും എനിക്ക് ഒരുപക്ഷെ ഈ ലോകത്തിൽ കിട്ടിയില്ല എങ്കിലോ ഇന്ന് പകൽ എത്ര പേർ പറയോ, അതിലും വലിയതൊന്നും എനിക്ക് കിട്ടി. അതാ നാമം എനിക്ക് വെളിപ്പെട്ടതാണ്, അതാ നാമം ആരെന്നുള്ളതാണ്. ആ സത്യം എൻ്റെ ഹൃദയത്തെ പ്രകാശിപ്പിച്ചതാണ് എൻ്റെ ജീവിതത്തിലെ വൻ കാര്യമെന്ന് എത്ര പേർക്ക് പറയുവാൻ കഴിയും? പ്രിയപ്പെട്ടവർ, ഈ ലോകത്തിൽ നമുക്ക്, ഈ ലോകക്കാരായിരുന്നു, ഈ ലോകത്തിൽ വെച്ച് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു ഭാഗ്യം ആ നാമം നമുക്ക് വെളിപ്പെടുത്തി കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ യേശുവിൻ്റെ ഒന്നാം സാക്ഷ്യം നമ്മൾ ആ നാമം വെളിപ്പെടുത്തി കിട്ടിയവർ എന്നുള്ളതാണ്. സ്തോത്രം. അവിടെ പറയുകയാണ് യേശു, നീ എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക് നിന്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു, ഞാൻ നിന്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു. യാവേ, നാം പറയാറുണ്ട്, യഹോവ റാഫ, യഹോവ ഷമ്മ, യഹോവ ശാലോം, യഹോവ നിസി, യഹോവ സിദക്കേനു, യഹോവ എൽ ശദായ്, അഡോണായി. ആ നാമം വെളിപ്പെട്ടു വന്നിരിക്കുക. പഴയ നിയമത്തിൽ ഉടനീളം തെളിഞ്ഞു നിന്ന പേരുകൾ, അതെല്ലാം ഒരിടത്ത് വന്ന് സംഗമിക്കുന്ന ഇടം അതെൻ്റെ യേശുവാണ്, എൻ്റെ യേശുവാണ് എന്ന വെളിപ്പാട് അവിടെ അതാ പറഞ്ഞിരിക്കുന്നത്. നിന്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു, അവർ നിനക്കുള്ളവരായിരുന്നു, നീ അവരെ എനിക്ക് തന്നു. എന്നിട്ട് അടുത്തത് പറയുന്നുണ്ടോ, അവർ നിന്റെ വചനം പ്രമാണിച്ചിരിക്കുന്നു. രണ്ടാമത്തെ സാക്ഷ്യം, അവർ നിന്റെ വചനം പ്രമാണിച്ചു. ഓ സ്തോത്രം. എത്ര പേർക്കൊരു നന്ദി പറയാൻ പറ്റും? അപ്പാ, നിന്റെ നാമം, എൻ്റെ ചുറ്റുപാട് എത്ര പേരുണ്ടായിരുന്നു, എത്ര മിടുക്കരുണ്ടായിരുന്നു, എത്ര സ്കോളേഴ്സ് ഉണ്ടായിരുന്നു, ജ്ഞാനികൾക്ക് ഭോഷത്വമായി, അവർക്ക് ഇതിനെ ഭോഷത്വമായപ്പോൾ എൻ്റെ കർത്താവെ, കൃപയാൽ എൻ്റെ ഹൃദയദൃഷ്ടി നീ പ്രകാശിപ്പിച്ച് ഈ നാമം നീ എനിക്ക് വെളിപ്പെടുത്തി തന്നതോർത്ത് നന്ദി. 2, യേശു പറയുക, ഞാൻ ആ നാമം വെളിപ്പെടുത്തി, അവർ നിനക്കുള്ളവരായിരുന്നു, നീ അവരെ എനിക്ക് തന്നു.
ആമേൻ, സ്തോത്രം. ആമേൻ, ആമേൻ. നാം നമ്മുടെ ദൈവത്തിനുള്ളവരാണ്. കർത്താവ് പറയുന്ന രണ്ടാമത്തെ കാര്യം, ആമേൻ, ഒന്ന് നാമം വെളിപ്പെടുത്തി കിട്ടിയവർ, രണ്ട് ആമേൻ ആമേൻ തനിക്കുള്ളവർ, മൂന്ന് വചനം പ്രമാണിക്കുന്നവർ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിക്കാമോ? എത്ര പേർ പറയും, ഞാൻ ഈസ് എ ലക്കി പേഴ്സൺ, ഐ ആം എ ബ്ലെസ്ഡ് പേഴ്സൺ ഇൻ ദിസ് വേൾഡ്. ഞാൻ എൻ്റെ ഭൗതിക അവസ്ഥകളെ നോക്കിയിട്ടല്ല ഞാൻ ബ്ലെസ്ഡ് ആണെന്ന് പറയുന്നത്, എൻ്റെ ബാങ്ക് ബാലൻസിനെ നോക്കിയിട്ടല്ല ഞാൻ ലക്കി എന്ന് പറയുന്നത്, മറിച്ച് ഈ ഭൂമിയിൽ ഈ ധരയിൽ ഈ ദുഷ്ടലോകത്തിൽ നാമം വെളിപ്പെടുത്തി കിട്ടിയവൻ, രണ്ട് ഞാൻ തനിക്കുള്ളവനാണ്, ഞാൻ എൻ്റെ പ്രിയനുള്ളവനാണ്. യേശു പറയുകയാണ്, അവർ നിനക്കുള്ളവരായിരുന്നു, നീ അവരെ എനിക്ക് തന്നു. അപ്പോൾ എൻ്റെ പ്രിയന് വേണ്ടിയ ഒരു മണവാട്ടിയായി എന്നെ മാറ്റി, ഞാൻ അവനുള്ളവനാകുന്നു. മൂന്ന്, കർത്താവ് പറയുക, വചനം പ്രമാണിച്ചുമിരിക്കുന്നു. നമ്മളെക്കുറിച്ചുള്ള കർത്താവിൻ്റെ സാക്ഷ്യം. പ്രിയപ്പെട്ടവരെ, എത്ര പേർ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കും? നിന്റെ നാമം വെളിപ്പെടുത്തി കിട്ടിയവർ, യേശു ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടവർ, തനിക്കുള്ളവർ. മൂന്ന്, വചനം പ്രമാണിക്കുന്നവർ. ഹല്ലേലൂയ. വചനം കേൾക്കുക മാത്രമല്ല, യേശു പറയുകയാണ്, അവർ നിന്റെ വചനം പ്രമാണിച്ചുമിരിക്കുന്നു. നമ്മളെ കുറിച്ചുള്ള കർത്താവിന്റെ സാക്ഷ്യം എപ്പോഴും ഇങ്ങനെ ആയിരിക്കട്ടെ, എന്നും ഇങ്ങനെ ആയിരിക്കട്ടെ. എത്ര പേർ യേശുപ്പച്ചനോട് പ്രാർത്ഥിക്കും, എൻ്റെ ഈ ധരയിൽ എൻ്റെ ആയുസ് തീരും വരെയും കർത്താവെ, അങ്ങയുടെ വരവ് എപ്പോഴെന്ന് ഞാൻ അറിയുന്നില്ല, ഇന്നോ നാളെയോ എപ്പോഴെന്ന് ഞാൻ അറിയുന്നില്ല, എന്നാൽ എപ്പോഴും പറയുവാൻ കഴിയുമോ, ഞാൻ നിനക്കുള്ളവനാണ്. യേശുപ്പച്ചൻ എപ്പോഴും നമ്മളെ കുറിച്ച് പറയാൻ കഴിയുമോ, അവൻ എനിക്കുള്ളവനാണ്. ആ റോജോ, അമ്മോനേഷ്, അവൻ എൻ്റേതാണ്, അവൻ എനിക്കുള്ളവനാണ്. അവൻ ഇപ്പോൾ ലോകത്തിലാണെങ്കിലും അവൻ ലോകക്കാരനല്ല, അവൻ എനിക്കുള്ളവനാണ്. അവൻ ലോകത്തിലാണ് എങ്കിലും അവൻ എൻ്റെ നാമം വെളിപ്പെടുത്തി കിട്ടിയവനാണ്. അവൾ ഇപ്പോൾ ലോകത്തിലാണ് എങ്കിലും ലക്ഷോപലക്ഷം ജനത്തിന് കിട്ടാത്ത ഒരു മഹാ ഈസ് എ ലക്കി പേഴ്സൺ. അവൻ എൻ്റെ നാമം വെളിപ്പെടുത്തി കിട്ടിയവനാണ്, അവൻ എനിക്കുള്ളവനാണ്. കോടാനുകോടി ജനം തിങ്ങിപ്പാർക്കുന്ന ഈ ഭൂമിക്കകത്ത് അവൻ എനിക്കുള്ളവനാണെന്ന്, അവൾ എൻ്റെയാണെന്ന് സ്വർഗം പറയുന്നതിൻ്റെ അപ്പുറത്ത് ഒരു ഭാഗ്യ പദവി നമ്മൾക്കുണ്ടോ പ്രിയപ്പെട്ടവരെ? ഈ പകൽ പറ, ഞാൻ അവൻ്റെ നാമം വെളിപ്പെടുത്തി കിട്ടിയവനാണ്. രണ്ട്, ഞാൻ ഈ ലോകത്തിനുള്ളതല്ല, ഞാൻ പിശാചിനുള്ളതല്ല, ഞാൻ അവൻ്റെ ചരക്കല്ല, ഞാൻ എൻ്റെ അപ്പൻ്റെയാണ്. ഞാൻ അവനു വേണ്ടി സൂക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. ഞാൻ അവൻ്റെ കന്യകയാണ്, ഞാൻ അവൻ്റെ കാമ്പയാണ്, ഞാൻ അവൻ്റെ മണവാട്ടിയാണ്. മൂന്ന്, ഞാൻ അവൻ്റെ വചനം പ്രമാണിക്കുകയാണ്. ഓരോരോ ദിനത്തിലും അവൻ്റെ വചനം, ബൈബിളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി അവയെ ഭക്ഷിച്ചിരിക്കുന്നു. ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി അവയെ ഭക്ഷിച്ചിരിക്കുന്നു. ഞാൻ എൻ്റെ ആഹാരത്തെക്കാൾ നിന്റെ വചനത്തെ സൂക്ഷിക്കുന്നു. അല്ലെ, അങ്ങനല്ലേ? യേശുപ്പച്ചന് പറയാൻ പറ്റുമോ, എന്നെ നിങ്ങളെ നോക്കി ഓരോ ദിവസവും അവൻ വചനം പ്രമാണിക്കുന്നവനാണ്. വചനം കേൾക്കുന്നവനാണെന്നല്ല, വചനം വായിക്കുന്നവനാണെന്ന് മാത്രമല്ല, വചനം പ്രമാണിക്കുന്നവനാണ്. ആമേൻ, സ്തോത്രം. അടുത്തത് ഇങ്ങനെയാണ്. സ്തോത്രം. എന്നിട്ട് നമ്മളെക്കുറിച്ച് യേശുപ്പച്ചൻ അടുത്തത് ഇങ്ങനെ 8-ാം വാക്യം പറയുമ്പോൾ, സ്തോത്രം, 7-ാം വാക്യം, നീ എനിക്ക് തന്നതെല്ലാം നിന്റെ പക്കൽ നിന്നാകുന്നു എന്ന് അവർ ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നു. നമ്മളെക്കുറിച്ചുള്ള മൂന്നാമത്തെ സാക്ഷ്യം കർത്താവ് നാലാമത്തെ കാര്യം കർത്താവ് പറയുക, നീ എനിക്ക് തന്നതെല്ലാം നിന്റെ പക്കൽ നിന്നാകുന്നു. പ്രിയപ്പെട്ടവരെ, നാലാമത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, നമുക്കുള്ളതെല്ലാം നമ്മുടെ കർത്താവിൻ്റെ പക്കൽ നിന്ന്. നമ്മളിന്ന് അനുഭവിക്കുന്ന സന്തോഷമാകട്ടെ, ആരോഗ്യമാകട്ടെ, സമാധാനമാകട്ടെ, ജോലിയാകട്ടെ, സമ്പത്താകട്ടെ, തലമുറയാകട്ടെ, സ്തോത്രം, ഇതെല്ലാം കർത്താവിങ്കിൽ നിന്ന് അല്ലേ? നീ തന്നു, നീ എടുത്തു എന്ന്. അപ്പം കർത്താവിങ്കിൽ നിന്നല്ലാതെ നമുക്കൊന്നുമില്ല. എൻ്റെ എല്ലാം നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. എൻ്റെ എല്ലാ ഉയർച്ചയും, എൻ്റെ എല്ലാ നന്മയും, എൻ്റെ എല്ലാ വളർച്ചയും നിങ്കൽ നിന്നാകുന്നു എന്ന് തിരിച്ചറിയുന്നവരാണ് ദൈവമക്കൾ, ദൈവഭക്തന്മാർ. കർത്താവ് പറയുക, നീ എനിക്ക് തന്നതെല്ലാം നിന്റെ പക്കൽ നിന്നാകുന്നു. എന്നതുപോലെ ഇന്നിത് വായിക്കുന്ന എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ
കയറേണ്ട ഒരു ശബ്ദം, ഒരു ആമേൻ സത്യം, എൻ്റേതെല്ലാം നിൻ്റെ പക്കൽ നിന്നാവുന്നു. നിൻ്റെ പക്കൽ നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല എന്ന് എപ്പോഴും പറയണം. എല്ലാം നിൻ്റെ കൃപയാണ്, നിൻ്റെ കൃപയാണ്. എൻ്റെ അല്ല, എൻ്റെ ജ്ഞാനമല്ല, എൻ്റെ കഴിവല്ല, എൻ്റെ ബലമല്ല, എൻ്റെ ഡിഗ്രി അല്ല, എൻ്റെ ശക്തിയല്ല. എൻ്റേതെല്ലാം നിൻ്റെ പക്കൽ നിന്നാകുന്നു, നിൻ്റെ കൃപയാകുന്നു, ഞാനാകുന്നത് നിൻ്റെ കൃപയാകുന്നു എന്ന് പറയുന്നവർ. ഹല്ലേലൂയ. അടുത്തതായി കർത്താവ് അവരെക്കുറിച്ച് യേശുപ്പച്ചൻ പറയുകയാണ്, നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു, അവരത് കൈക്കൊണ്ടു. കണ്ടോ നമ്മളെക്കുറിച്ചുള്ള കർത്താവിൻ്റെ സാക്ഷ്യം. തന്ന വചനം, കേട്ട വചനം കൈക്കൊണ്ടവരാണ് നമ്മൾ. ഹല്ലേലൂയ, സ്തോത്രം. നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു, അവരത് കൈക്കൊണ്ടു. ഞാൻ നിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു എന്ന് സത്യമായി അറിഞ്ഞും നീ എന്നെ അയച്ചു എന്ന് വിശ്വസിച്ചുമിരിക്കുന്നു. കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. യേശു കർത്താവ് തോമസ് ലീഗയോട് ഇങ്ങനെ പറഞ്ഞു, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു തോമസേ, എന്നാൽ കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ആമേൻ. നമ്മളെക്കുറിച്ചുള്ള കർത്താവിൻ്റെ സാക്ഷ്യം കണ്ടോ? നമ്മൾ വിശ്വസിച്ചവരാണ്. ആ വചനത്തെ വിശ്വസിച്ച്, നമ്മൾ കണ്ടിട്ടല്ല, നമ്മൾ യേശുവിനെ കണ്ടില്ല, നമ്മൾ പുത്തൻ യെരൂശലേം കണ്ടില്ല, നമ്മൾ ദൂതന്മാരെ കണ്ടില്ല. എന്നാൽ വചനം കേട്ടപ്പോൾ ആ വചനത്തെ വിശ്വസിച്ച്, കാണാതെ വിശ്വസിച്ച് അത് ഏറ്റെടുത്തവരാണ് നമ്മൾ. നമ്മളെക്കുറിച്ചുള്ള കർത്താവിൻ്റെ സാക്ഷ്യം എത്ര വലുതാണ്. എന്നിട്ട് കർത്താവ് അടുത്തതായിട്ട് പറയുകയാണ്, ഹല്ലേലൂയ, സ്തോത്രം, ഞാൻ അവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. 9-ാം വാക്യം, നമുക്ക് വേണ്ടി ഈ വചനം വെളിപ്പെടുത്തി കിട്ടിയവർ, അടുത്തത് തനിക്കുള്ളവർ, വചനം പ്രമാണിക്കുന്നവർ, എല്ലാം അങ്ങയുടെ പക്കൽ നിന്നാണ്, എല്ലാം അങ്ങയുടെ കൃപയാണെന്ന് പറയുന്നവർ. അവരെക്കുറിച്ച് യേശു പറയുക, ഞാൻ അവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. ഞാൻ ഈ ലോകത്തിന് വേണ്ടിയല്ല, ഞാൻ അവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. ആമേൻ, സ്തോത്രം. ആമേൻ. 9-ാം വാക്യം, ഞാൻ അവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു, ലോകത്തിന് വേണ്ടിയല്ല. നീ എനിക്ക് തന്നിട്ടുള്ളവർ നിനക്കുള്ളവർ ആകൊണ്ട് അവർക്ക് വേണ്ടി അത്രേ അപേക്ഷിക്കുന്നു. നമുക്ക് വേണ്ടി സദാസമയം പിതാവിൻ്റെ വലത്തുഭാഗത്ത് നമ്മുടെ അപ്പൻ പക്ഷപാതം ചെയ്യുകയാണ്. നമുക്ക് വേണ്ടി സദാസമയം യേശുപ്പച്ചൻ അപേക്ഷിക്കുകയാണ്. ശത്രുവിൻ്റെ കയ്യിൽ നമ്മൾ അകപ്പെട്ടു പോകാതെ, ദുഷ്ടൻ്റെ കയ്യിൽ നാം അകപ്പെട്ടു പോകാതെ, പതിർപ്പാറ്റുന്ന പോലെ നമ്മളെ പാറ്റാൻ ശത്രു അനുവാദം ചോദിക്കുമ്പോഴും നമ്മളെ വിട്ടുകൊടുക്കാതെ നമ്മളെ സൂക്ഷിക്കുന്ന, നമുക്ക് വേണ്ടി സദാസമയം പക്ഷപാതം ചെയ്യുന്ന കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ആ കർത്താവിൻ്റെ സ്നേഹത്തെ രുചിച്ചറിഞ്ഞ്, ആ കർത്താവിന് നമ്മളെക്കുറിച്ചുള്ള കർത്താവിൻ്റെ സാക്ഷ്യത്തെ തിരിച്ചറിഞ്ഞ് ഈ ധരയിൽ നമുക്ക് ചുവടുവെക്കാം. അതിനായി പരിശുദ്ധാത്മാവ് നമ്മളെ ധാരാളമായി സഹായിക്കട്ടെ. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. ചേർന്ന് കർത്താവിന്റെ നാമത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. താങ്ക് യു. എൻ ജീവനും പ്രാണനും നീയേ, എൻ്റെ എല്ലാം നീയേ, എൻ ജീവനും പ്രാണനും നീയേ, നിന്മാർവോട് ചേരട്ടെ ഞാൻ യേശുനാഥ. ഇന്നേരം നീയാണെന്നെല്ലാം എന്നുമെന്നും എൻ പിതാവ്. നിന്മാർവോടു ചേരട്ടെ ഞാൻ യേശുനാഥ. ഇന്നേരം നീയാണെന്നെല്ലാം എന്നുമെന്നും എൻ പിതാവ്. ഞാനകന്നാലും നീയാകലില്ല, ഞാൻ മറന്നിട്ടും സ്നേഹിച്ചു നീ. ഞാനകന്നാലും നീയാകലില്ല, ഞാൻ മറന്നിട്ടും സ്നേഹിച്ചു നീ. എൻ്റെ എല്ലാം നീയേ, എൻ ജീവനും പ്രാണനും നീയേ, എൻ്റെ എല്ലാം നീയേ, എൻ
പ്രാണന് നീയേ, നിന്മാർവോട് ചേരട്ടെ ഞാൻ യേശുനാഥ. നമുക്ക് ഈ പകൽ സന്തോഷിക്കാം. യേശുപ്പച്ചന് നമ്മളെ, നമ്മുടെ മേലുള്ള സാക്ഷ്യം ഒന്ന് നാമം വെളിപ്പെടുത്തി കിട്ടിയവർ. നമുക്ക് നമ്മളെ തന്നെ ഒന്ന് അപ്രിഷ്യേറ്റ് ചെയ്യാം. ഞാൻ ഈ ധരയിൽ ചെറിയവനല്ല, ഞാൻ ഈ ധരയിൽ എൻ്റെ യേശുപ്പച്ചൻ്റെ ദൃഷ്ടിയിൽ ശ്രേഷ്ഠനാണ്. കാരണം ഞാൻ അവൻ്റെ നാമം വെളിപ്പെടുത്തി കിട്ടിയവനാണ്. കോടാനുകോടി ജനം തിങ്ങിപ്പാർക്കുന്ന ഈ ഭൂമിയിൽ അനേകർക്ക് കിട്ടാത്ത ഭാഗ്യം എന്നെ തേടി വന്നു. ആ നാമം വെളിപ്പെടുത്തി കിട്ടിയവനാണ് ഞാൻ. 2, ഞാൻ അവനുള്ളവനാണ്. ഞാൻ അവൻ്റെ കാന്തയാണ്, അവൻ്റെ മണവാട്ടിയാണ്, അവൻ്റെ മകനാണ്, അവൻ്റെ ശുശ്രൂഷകനാണ്. ഞാൻ അവൻ്റെ മകനാണ്. ആമേൻ. 3, ആമേൻ, അവൻ്റെ വചനം പ്രമാണിക്കുന്നവനാണ്. അവൻ്റെ വചനം പ്രമാണിക്കുന്ന, ആമേൻ, പ്രസന്റ് ഡേയിലും അവൻ്റെ വചനം പ്രമാണിക്കുന്നവനാണ്. 4, എല്ലാം നിങ്കൽ നിന്നാണ്, എല്ലാം നിൻ്റെ കൃപയാണ്. എപ്പോഴും അപ്പച്ചൻ്റെ നാമത്തെ അങ്ങിൽ നിന്നാണ് എൻ്റെ എല്ലാ നന്മയും എന്ന് പറയുവാൻ. ഓ യെസ്, ആമേൻ, സ്തോത്രം. എത്ര ആമേ ഭാഗ്യ പദവിയാണ് നമ്മളെക്കുറിച്ചുള്ള യേശുപ്പച്ചൻ്റെ സാക്ഷ്യം. ആമേ, അപ്പ ഞങ്ങളെ കാക്കുവാൻ അങ്ങ് സദാസമയം ഞങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നതോർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ആമേ, ഇന്ന് അങ്ങയുടെ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് അനുഗ്രഹിക്കുന്നു. ഞങ്ങൾ, ആമേൻ, ഞങ്ങളെക്കുറിച്ചുള്ള ദൈവിക സാക്ഷ്യം ഞങ്ങളുടെ കാതുകളിൽ എപ്പോഴും മുഴങ്ങട്ടെ. അതുപ്രകാരം ഈ ധരയിൽ ചുവടുവെക്കുവാൻ അധികം ശക്തീകരിക്കും. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു ആൾ.